ആദില, നൂറ, അനുമോൾ ഈ കൂട്ടുകെട്ട് ഏറ്റവും ശരിക്കും പറഞ്ഞാൽ പ്രയോജനം ചെയ്തത് ആദിലയ്ക്കും നൂറയ്ക്കും തന്നെയാണ്. കാരണം അനുമോൾക്ക് നമുക്കറിയാം നല്ലൊരു സപ്പോർട്ടുണ്ട്. പലരും പറയും PR വർക്ക് എന്നൊക്കെ പറയും. അതൊന്നുമല്ല, PR വർക്ക് ഉണ്ടായിരിക്കാം, പക്ഷേ അതൊന്നുമല്ലാതെ നമുക്കറിയാം ഒരുപാട് പ്രേക്ഷകർ കാണുന്ന പ്രോഗ്രാമിൽ ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സപ്പോർട്ട് അനുമോൾക്ക് നല്ല രീതിയിലുണ്ട് എന്ന് വേണം പറയാൻ. പിന്നെ ബിഗ് ബോസ് വീടിനുള്ളിൽ വന്നുള്ള അവരുടെ പെർഫോമൻസ്, അല്ലെങ്കിൽ ഗെയിം, മറ്റുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ലഭിച്ചു. ഈ 90 ദിവസം അവിടെ നിൽക്കണമെങ്കിൽ ചെറിയ ഒരു കാര്യമല്ല. നല്ല രീതിയിൽ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് 90 ദിവസവും അവിടെ നിന്നത്. അനുമോളെ സംബന്ധിച്ചിടത്തോളം അവരെ ആദിലേനെയും നൂറേനെയും കുറ്റം പറയുകയോ അല്ലെങ്കിൽ അവരെ കൂടെ നിർത്താനാണ് പലപ്പോഴും ശ്രമിച്ചത്. പക്ഷേ പല സമയത്തും അതിലേക്ക് നമുക്കറിയാം ഒരു സമയത്തും നല്ല രീതിയിൽ അനുമോളിൽ നിന്ന് അകന്നൊക്കെ പോയതാണ്. വീണ്ടും അവരൊന്നിച്ചു. കഴിഞ്ഞ ദിവസം ലാലേട്ടന് മുമ്പിൽ വെച്ച് അവർ ഹൃദയങ്ങൾ കൈമാറി വീണ്ടും ഒന്നിച്ച് ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇത് പറയാൻ കാര്യം, ഇന്ന് ശൈത്യയൊക്കെ വന്നിട്ട് അനുമോളെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഈ ആദിലയോടും അതുപോലെ നൂറയോടും. എന്നത് നൂറേനെ അതുപോലെ ആദിലയേനെയും അനുമോൾ ചതിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനൊരു സംഭവം ഇതുവരെയും ബിഗ് ബോസിൽ ഉണ്ടായിട്ടില്ല. അങ്ങനൊരു ചതിയോ പ്രയോഗമോ ഒന്നും, അതായത് ഇവരെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ കൊതിയും നുണയൊന്നും പോയിട്ട് അനുമോൾ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ശൈത്യം വന്നിട്ട് ഇപ്പോൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഇതിനകത്തെ ഒരു മെയിൻ ഫാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പുറത്തു നിന്ന് വന്നവരുടെ എല്ലാം ടാർഗറ്റ് അനുമോളാണ്. കാരണം അനുമോൾ കപ്പടിക്കല് എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവരുടെ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് അവർ അങ്ങനെ ഇതും കൊണ്ട് പോകണ്ട, ഇവർക്കൊന്നും പറ്റാത്ത ഒരു കാര്യം അനുമോൾക്ക് കിട്ടണ്ട എന്നുള്ള ഒരു ഭാവം അതിനകത്തുണ്ട്. കാരണം അനീഷിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മറ്റൊരാൾ അനീഷാണ് കപ്പടിക്കുന്നതെങ്കിലും ഇവർക്ക് വലിയ പ്രശ്നമില്ല. കാരണം ഈ ഇൻഡസ്ട്രി ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ലാതെ ഒരു പുതിയ ഒരാളാണ്. ഇത് ശരിക്കും ഈ ആദിലയും നൂറയും എന്താണ് കാണിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം അവരത്രയും ഇതായിട്ട് നിന്നിട്ട് ഇപ്പം പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് പറയുന്നത് കേട്ട് ആ പുറകെ പോകുന്നത് ഒട്ടും ശരിയായില്ല എന്ന് വേണം പറയാൻ.